ഹലോ ഹായ് നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊരു പേഴ്സണൽ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ അതിനെ എൻ്റെ ഒരു ജേർണലിംഗ് എന്ന് വേണമെങ്കിലും കാണാം, അങ്ങനെയും കരുതാം. കാരണം എൻ്റെയും ഉള്ളിൽ, നമ്മുടെ ഒക്കെ ഉള്ളിൽ കുട്ടിക്കാലം മുതലേ അടിഞ്ഞു കിടക്കുന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. അതിൽ ചിലതൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ പക്ഷേ നമുക്കതിനെക്കുറിച്ച് അത്ര വേദനയൊന്നും പറയുമ്പോൾ ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുകയും നമ്മുടെ ഇന്നുള്ള ബിഹേവിയറിനെ പോലും ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയിൽ ഒരു പോഡ്കാസ്റ്റ് എന്നുള്ളത് കുറച്ച് നാളുകളായിട്ട് മനസ്സിലുണ്ടായിരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം എന്ന് പറയുന്ന സിനിമയുടെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു, ഒരിക്കൽ കൂടി കണ്ടു. ഞാൻ തിയേറ്ററിൽ അത് കണ്ടതാണ്. അതിനെക്കുറിച്ചൊരു റിവ്യൂ വീഡിയോ ഉണ്ണി വ്ളോഗ്സ് സിനിഫൈൽ എന്ന് പറയുന്ന ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില മൊമെൻറ്റ്സ് അവർ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെൻറ്റ്, അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാവുന്ന, അല്ലെങ്കിൽ ഒരാൾ മറ്റേ ആളെ തല്ലുന്ന, അതിപ്പോൾ ഭർത്താവ് ഭാര്യയെ തല്ലുന്ന എന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാത്തതിൻ്റെ കാരണം അതിൻ്റെ ഓപ്പോസിറ്റും വീടുകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ രണ്ടുപേർ തമ്മിലായിരിക്കും അടി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരാൾ മറ്റേ ആളുടെ അടുത്ത് അക്രമം കാണിക്കുകയും അയാളത് സഹിക്കുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും. ഇത് രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കുടുംബക്കാർ ശരിയല്ല, എൻ്റെ കുടുംബക്കാരാണ് ശരി എന്നൊക്കെ പറയുന്നത് പോലത്തെ വാഗ്വാദങ്ങളല്ല. അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ അതിനും ഒരു പടി മുകളിൽ നിൽക്കുന്ന കയ്യേറ്റത്തിലേക്ക് വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അത് അനുഭവിച്ചിട്ടുണ്ട്. അത് തമ്മിലടിക്കുന്ന ആളുകളുടെ ആംഗിളിൽ നിന്നുകൊണ്ടല്ല ഞാൻ ചിന്തിക്കാൻ പറയുന്നത്, ആ കുഞ്ഞിൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അത് ഫേസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഒരു സിറ്റുവേഷൻ? ഞാൻ ഒന്നിലധികം തവണ, ഒരുപക്ഷെ ഒരുപാട് തവണ അത് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അതിന് തൊട്ട് മുൻപ് വരെ, എന്ന് വെച്ചാൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പല്ല, അതിനൊരു 5-6 മാസം മുമ്പ് വരെ. കാര്യം മരണത്തിലേക്കൊക്കെ ആ ഒരു സമയത്തിലേക്കൊക്കെ അടുക്കുന്ന സമയത്ത് അച്ഛൻ അങ്ങനെ മരിക്കുമെന്ന് വിചാരിച്ചിരുന്നൊരു സമയമൊന്നുമല്ല. പക്ഷേ അച്ഛൻ ഒരുപാട് മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മദ്യപാനശീലം, പുകവലി, പിന്നെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിനൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും എൻ്റെ അച്ഛനെ വല്ലാണ്ട് സ്നേഹിച്ചു തുടങ്ങുന്നൊരു സമയത്താണ് അച്ഛൻ മരിക്കുന്നത്. കാരണം മദ്യപിക്കാതെയൊന്നും ഇരിക്കുമ്പോൾ ആളുകളുടെ മുഖത്ത്, സ്ഥിരം മദ്യപിക്കുന്ന ആൾക്കാർ മദ്യപിക്കാതിരിക്കുമ്പോൾ അവരുടെ മുഖത്തൊരു തേജസ് ഉണ്ടാവും. അവർ നമ്മളോട് പെരുമാറുന്നതിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെ വളരെയധികം ആഗ്രഹിച്ച്, അതായത് പെൺമക്കളുണ്ടാവണമെന്ന് വളരെയധികം ആഗ്രഹിച്ച ഒരാളാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, എന്നോട് വളരെ പരുഷമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ഞാൻ ഓർത്തെടുക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. അതേസമയം എന്നെ തല്ലിയതും കരയിപ്പിച്ചതും, അതായത് ബാക്കിയുള്ളവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിൽ പോലും എനിക്ക് 2 അടി തന്നിട്ടാണ് സംസാരിച്ച് തുടങ്ങുക. ആൻഡ് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ ഒരിക്കലും മറക്കാത്തൊരു പേര് വിനോദ് എന്ന് പറയുന്ന പേരാണ്, VINOD. ആ സ്പെല്ലിങ് പറയാത്തതിൻ്റെ പേരിൽ നമ്മൾ ഈ നിക്കറിട്ടിട്ടാണ് ഇരിക്കുക. അപ്പം ഈ കാലിൻ്റെ തുട ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുമല്ലോ. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രായം തൊട്ട് കരിമ്പന്തോട്ടത്തിലൊക്കെ പണിക്ക് പോയി ആ കിട്ടിയ കാശ് കൂട്ടി വെച്ച് പഠിച്ച്, അദ്ദേഹത്തിൻ്റെ ബാല്യകാലം വളരെ ദുരന്തമായിരുന്നു. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിന്നോട് കുട്ടിക്കാലത്ത് ചെയ്തതൊക്കെ അച്ഛനോടും അമ്മയോടൊക്കെ നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണെന്ന് പോലും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും അവർ വളരെ ടോക്സിക് പേരൻറ്റിങ് ആയിരുന്നു, അവരെന്നോട് ദുഷ്ടത്തരം ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകൾ അതുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ഒരിക്കലും തള്ളി പറയുകയല്ല. അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ ഇവരുടെ കുട്ടിക്കാലത്തിനെ മനസ്സിലാക്കുകയും അതിനോട് കുറച്ച് സിമ്പതിയോ എമ്പതിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്കതിനിപ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളാണ് എന്നെനിക്ക് അവരെക്കുറിച്ച് അങ്ങനെ പറയാൻ തോന്നാറില്ല. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പണിക്കൊക്കെ പോയിട്ട് നല്ല തഴമ്പുള്ള കൈയാണ്, ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ അടിക്കുക. അപ്പോൾ കണക്കും ഇംഗ്ലീഷും ഇത് രണ്ടും പഠിച്ചില്ലെങ്കിൽ ഈ ലോകത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ പേരിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ തല്ല് കൊണ്ടിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ 4 മക്കളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുള്ളതും ഞാൻ തന്നെയാണ്. അത് വേറൊരു യാഥാർത്ഥ്യം. അപ്പോൾ ഈ തല്ല് കൊണ്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്ന ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ മകനായിട്ടാണ് എനിക്ക് എന്നെ ഓർത്തെടുക്കാൻ പറ്റുന്നത്. അതുകൂടാതെയുള്ള ഓർമ്മകളിൽ ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന കാര്യമാണ് അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്കുകൾ. അമ്മ അച്ഛനേക്കാൾ കുറച്ചുകൂടി ഫിസിക്കലി സ്ട്രോങ് ആണ് എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ 48ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിക്കുമ്പോൾ അമ്മയ്ക്ക് 18 വയസ്സാണ് പ്രായം. ഇതൊക്കെ കുറേ വിവാദപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് മാറുമെന്ന് തോന്നുന്നു. ആ ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നു. അമ്മയുടെ ഫാമിലി വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയായിരുന്നു. അച്ഛൻ സ്വന്തം കഴിവുകൊണ്ട് പഠിച്ച് ജോലി നേടി ആ കഴിവുകൊണ്ട് വളർന്നു വന്ന ഒരാളാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കല്യാണാലോചന വരുന്ന സമയത്ത് അമ്മയുടെ അമ്മയ്ക്ക് പ്രത്യേകിച്ചൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല, അങ്ങനെയാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. എന്തായാലും അതിനുശേഷം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു എൻ്റെ അച്ഛൻ എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അമ്മയിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടുള്ളതും ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഒരുപാട് ടോക്സിക് ട്രൈറ്റ്സ് ഉള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പല കാര്യങ്ങൾക്കും, അനാവശ്യ കാര്യങ്ങൾക്ക് വരെ ബഹളം വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അമ്മയെ സംബന്ധിച്ച് ഈ ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കുന്നത്, അത് മറ്റാരും മനസ്സിലാക്കുന്നതിനേക്കാളും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു തലത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അവർ തമ്മിൽ ഒരുപാട് സ്വരച്ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെയാണ് 4 മക്കളുണ്ടായത്. അവർ തമ്മിൽ പൊരിഞ്ഞടി നടക്കാറുണ്ട്. അങ്ങനെയുള്ള വഴക്കുകളൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ അതിലൂടെ പാസ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ നടന്ന സംഭവം എന്ന് പറയുന്ന സിനിമ ഞാൻ ഇതിനെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ ഒരു കാരണം എന്ന് പറയുന്നത്, അതിൽ അപ്പുറത്തെ വീട്ടിൽ, അതായത് സുരാജ് വെഞ്ഞാറമ്മൂടും ലിജോ മോളും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ തമ്മിലാണ് അടി ഉണ്ടാകുന്നത്. അതിൽ സുരാജ് വെഞ്ഞാറമ്മൂടാണ് അടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ള കുട്ടി അച്ഛ അങ്ങനെ ചെയ്യേണ്ട അച്ഛ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനുണ്ട്. അവിടെയാണ് എന്നെ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ്, അതായത് ഒരു ഡോറുണ്ട്, ആ ഡോറ് അടച്ചിട്ടിരിക്കുകയാണ്, കുറ്റിയിട്ടിരിക്കുകയാണ് പുറത്തുനിന്ന്. ആ ഡോറിനപ്പുറത്ത് അച്ഛനും അമ്മയും തമ്മിൽ പൊരിഞ്ഞടി നടക്കുകയാണ്. അതിലിനി ആര് മെച്ചമുണ്ടാവുമെന്നോ എന്നൊന്നും അറിയില്ല. നാളെ നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ അനാഥരാവാൻ പോവാണ്. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അച്ഛൻ അമ്മയോടോ അമ്മ അച്ഛനോടോ ഒരു അക്രമ പരിപാടി കാണിക്കുമ്പോൾ കുട്ടികൾ ഇതിനെ മനസ്സിലാക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലമാണ് വീട്. അവരേറ്റവും സേഫായി കാണുന്ന 2 ആളുകളാണ് അച്ഛനും അമ്മയും. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ ഒരു സിമ്പലായിട്ട് അവർ കാണുന്നത്. നമ്മൾ ഒരാളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിക്കുന്നത് പോലും അവരിൽ നിന്നാണ്. അപ്പോൾ അതിനെ കുറേ നാൾ കഴിഞ്ഞിട്ട് അത് ശരിയല്ല, ആ രീതി ശരിയല്ല എന്ന് വിചാരിച്ച് അൺലേൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് രാത്രി അച്ഛനും അമ്മയും അപ്പുറത്തെ റൂമിൽ അടിയുണ്ടാക്കുമ്പോൾ ഇപ്പുറത്ത് അനുഭവിച്ചുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. അമ്മ അച്ഛ വേണ്ട മതി എന്ന് പറഞ്ഞ് 4 മക്കൾ, ഒരാൾ 4ാം ക്ലാസ്സിൽ, അടുത്ത ആൾ 3ാം ക്ലാസ്സിൽ, പിന്നെ ഒരാൾ 2ാം ക്ലാസ്സിൽ, അടുത്ത ആൾ 1ാം ക്ലാസ്സിൽ, അങ്ങനെ നിലവിളിച്ച് കരയുന്ന ഒരു രാത്രിയിൽ, അതുപോലത്തെ കുറേ രാത്രികൾ നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സുരാജ് വെഞ്ഞാറമ്മൂട് മുറി തള്ളി തുറന്ന് ഭാര്യയെ ആക്രമിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായ സേഫ് സോണിനെ, തൻ്റെ ജീവിതത്തിലെ സ്നേഹം എന്ന് പറയുന്ന അൾട്ടിമേറ്റ് കംഫർട്ട് തരുന്ന സ്പേസിനെ നഷ്ടപ്പെടാൻ പോകുന്നൊരു കുട്ടിയുടെ കരച്ചിലുണ്ട്. ആ കരച്ചിൽ അവർ ഗംഭീരമായിട്ട് ചെയ്തു. ആ കുട്ടി അത് നന്നായിട്ട് പെർഫോം ചെയ്തു. ആ സീൻ അവർ നന്നായിട്ട് പോർട്രേ ചെയ്തു. അവിടുന്ന് അതിനെ അടുത്ത ലെവലിലേക്ക് അവർ എടുത്തു വെച്ചിരിക്കുന്നത് അയൽ വീട്ടിൽ നടക്കുന്ന ഒരു അടിയും വഴക്കും. ചിലപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അവർ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് കുട്ടികളുടെ മുമ്പിൽ കാണിക്കാതെ വളരെ നീറ്റായിട്ട് പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. പക്ഷേ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന അടിയും വഴക്കും, അത് ആ വീട്ടിലെ കുട്ടിയിലുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥയും ഇത് റെസനേറ്റ് ചെയ്യും. അതായത് അപ്പുറത്തെ വീട്ടിലുള്ള ഫാമിലിയിൽ നടക്കുന്നൊരു പ്രശ്നം ഈ വീട്ടിലെ ഈ കുഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സീൻ കാണിച്ചു എന്നുള്ളതാണ് ആ സീനിലെ ബ്രില്യൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പുറത്തെ വീട്ടിൽ നടക്കുമ്പോഴും ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. കാര്യം വീട് അല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ അച്ഛൻ അമ്മ എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് അതാണ് അവരുടെ ലോകം. അതായത് നമ്മളിതിനെ 2ആയിട്ടാണ് കാണുന്നത്. അച്ഛനുമുണ്ട് അമ്മയുണ്ട്, രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ 2 പേരും ചേരുന്നതാണ് എൻ്റെ സ്വർഗം സമാധാനം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ 2 പേര് തമ്മിൽ അടിയുണ്ടാകുന്നത്. കുട്ടി സ്വാഭാവികമായും ആരുടെയെങ്കിലും ഒരാളുടെ പക്ഷത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിർബന്ധിക്കപ്പെടും. അത് കുട്ടിയെ സംബന്ധിച്ച് വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള, വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ ഇത് തീരാൻ പോവുകയാണ്, ഇനി എന്ത് എന്ന് പറയുന്നൊരു ചോദ്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ആരാണ് ആർഗ്യൂ ചെയ്യുന്നത്, ആരാണ് വിജയിക്കുന്നത്, ഇതൊക്കെ കുട്ടിയെ സൈക്കോളജിക്കലി അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാനിതൊക്കെ പറയാൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടി ഒരു വീട്ടിലുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം അപ്പുറത്തെ വീട്ടിലുണ്ടാകുമ്പോൾ, ഇതിവിടെ നിന്ന് കേൾക്കുന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ സുഹൃത്താണ്, അല്ലെങ്കിൽ തൻ്റെ സമപ്രായക്കാരനായിട്ടുള്ള ഒരാളാണ് അവിടെ അരക്ഷിതമായ ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നൊരു ഭയമുണ്ട്. ആ കുട്ടി റിലേഷൻഷിപ്പുകളെക്കുറിച്ച്, അല്ലെങ്കിൽ അവിടെ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പഠിക്കുമ്പോൾ സ്വന്തം അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാണുന്നില്ലെങ്കിൽ പോലും അപ്പുറത്തെ വീട്ടിൽ ഈ കുട്ടി ഇത് കണ്ട് പഠിക്കുകയാണ്, അല്ലെങ്കിൽ കണ്ട് ഭയക്കുകയാണ്. അതാണ് കറക്റ്റായിട്ടുള്ള വാക്ക്, ഭയപ്പെടുകയാണ്. നിങ്ങളൊരു 3 വയസ്സുള്ള 4 വയസ്സുള്ള ഒരു കുട്ടിയെക്കുറിച്ച് ആലോചിക്കും. പേടിച്ച് വിറച്ച് ഉള്ളിങ്ങനെ കിടുങ്ങിക്കൊണ്ട് അടുത്തത് എന്ത്, അല്ലെങ്കിൽ അടുത്തതായിട്ട് ഇനി ഒന്നുമില്ല, ലോകം അവസാനിക്കാൻ പോവുകയാണ്, ഞാനിനി എന്ത് ചെയ്യും എന്ന് കരുതി ഷെയ്ക്കായിരിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി ഒരു വീട്ടിലുണ്ട്.
ആ അവസ്ഥ അതുപോലെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ആ അവസ്ഥയെ എന്താ പറയുക, ഈ ശബ്ദ തരംഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് പോലെ ആ അവസ്ഥയെ റെസൊണേറ്റ് ചെയ്യുന്ന മറ്റൊരു കുട്ടി കൂടിയുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്ക്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കെന്ന് പറയുന്നത്. ആ വീട്ടിലെ കുട്ടിയെ മാത്രമല്ല, ആ പ്രദേശത്തുള്ള ആ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരുപാട് ആളുകളെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതിനെ ആ സിനിമയിൽ കാണിച്ചു എന്നുള്ളത് ഒരു ബ്രില്യൻസ് ആണെന്ന് പറയുകയും അതിനോടൊപ്പം നമ്മൾ ഈ ലൈഫിൽ ഇപ്പം എൻ്റെ അച്ഛനോടും അമ്മയോടും ഇനി മേലാൽ വഴക്കിടരുത്, നിങ്ങളെ കണ്ടുപഠിക്കുന്നവരുണ്ട് എന്നെനിക്ക് പറയാൻ പറ്റില്ല. അതുപോലെ നിങ്ങളുടെ അച്ഛനും അമ്മയും വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്റ്റിലേക്ക് പോയിട്ട് അവരെ തിരുത്താൻ പറ്റില്ല. ഇന്ന് മിക്കവാറും അവരത് അങ്ങനെ ചെയ്യില്ല. മാത്രമല്ല, ഇന്ന് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളും പാർട്ട്ണറും തമ്മിലൊരു കുഴപ്പമുണ്ടാകുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളോട് പറയും കൊച്ചിൻ്റെ മുമ്പിൽ വെച്ച് ഇത് ചെയ്യരുതെന്ന്. കാര്യം അവർക്ക് ഈ കാലം മുന്നോട്ട് പോകുന്നതോറും മനുഷ്യനുണ്ടാകുന്ന ഒരു പാകത എന്ന് പറയുമല്ലോ, താൻ ചെയ്തിട്ടുള്ള തെറ്റുകളെ തിരിച്ചറിയാനുള്ളൊരു കഴിവിലേക്ക് മനുഷ്യനെത്തും. മനുഷ്യൻ അങ്ങനെ ഇംപ്രൊവൈസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിക്കാലത്ത് നമ്മളോട് ചെയ്തിട്ടുള്ള ചില ദ്രോഹങ്ങൾ എന്ന് പറയാവുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്തു നിന്നുണ്ടായിടണം. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റണം. അവർ തിരുത്തുന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ തിരുത്തുകയാണെങ്കിൽ അവരോടൊപ്പം നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമാണ്. കാര്യം ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോൾ, ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ ഗ്രാജുവലി ഒറ്റപ്പെട്ടു തുടങ്ങും. അതായത് അവരുടെ യൗവന കാലത്തൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള സുഹൃത്തുക്കൾ, അതിനുശേഷമുള്ള സമയത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്ന സഹയാത്രികർ, ഇവരൊക്കെ ചിലപ്പോൾ കുറേ പേര് മരിക്കും, ചിലപ്പോൾ കുറേ പേര് അവരവരുടെ ജീവിതങ്ങളുമായിട്ട് പോകും. ചില ആളുകൾക്ക് അതത് സാഹചര്യങ്ങൾക്കനുസരിച്ച് വിട്ടു നിൽക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും ഒരു 40കളിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ സമയമൊക്കെ ആകുമ്പോൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തു തുടങ്ങണം. അങ്ങനെ അല്ലാത്ത തനിക്ക് പറ്റിയ കമ്മ്യൂണിറ്റികളെ തപ്പിയെടുത്ത് അതിനോട് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കാത്ത ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു സ്വാഭാവികമായ ഒറ്റപ്പെടലുണ്ട്. ആ ഒറ്റപ്പെടലിൽ നിങ്ങളവരെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയാണ്. നമ്മളോട് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പേരൻസ് ശരിക്കും ഒരു കുഞ്ഞു കുട്ടിയുടെ മുമ്പിൽ ഒരിക്കലും അതിനെ അരക്ഷിതമാക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത്. മഹാപാപമാണെന്ന് ഞാൻ പറയും. പാപം എന്നുള്ള വേർഡിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാൽ പോലും. പക്ഷേ ആ പാപികൾക്ക് പോലും കാലങ്ങൾ കൊണ്ടുണ്ടാകുന്നൊരു മാറ്റമുണ്ട്. ആ മാറ്റത്തിനെ അവർ ഉൾക്കൊള്ളുമ്പോൾ അവരോട് ക്ഷമിക്കാനും നമ്മളത് ചെയ്യാതിരിക്കാനും നമ്മളും പ്രിപ്പയർഡ് ആവുക എന്ന് പറയുന്നൊരു കാര്യം. ഇപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ പാർട്ട്നേഴ്സ് തമ്മിൽ വഴക്കിടുമ്പോൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വേണ്ട എന്ന് അച്ഛനമ്മമാർ പറയും. അതിൻ്റെ കാരണം ആ വഴക്കുകൾ ഉണ്ടാക്കുന്ന, കുട്ടിയുടെ ഹൃദയത്തിലുണ്ടാക്കുന്ന സ്കാർ, ഒരു മുറിപ്പാട് ഭീകരമാണ്. ഞാൻ ഈ വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ജീവിതാനുഭവങ്ങൾ മാത്രം വന്നിരുന്ന് കൊട്ടിയിട്ട് കാര്യമില്ലല്ലോ. വിവരമുള്ളവരൊക്കെ എന്താ പറഞ്ഞതെന്ന് അറിയണ്ടേ. അങ്ങനെ ഞാൻ പല വീഡിയോസ് കയറി സെർച്ച് ചെയ്തപ്പോൾ ഒരു കുഞ്ഞിൻ്റെ 6ാം മാസം മുതൽ അതിൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള വാക്കേറ്റങ്ങൾ, ശബ്ദം കൂടിയും കുറയും വരുന്നത്, അവർ തമ്മിൽ വഴക്കിടുന്നത്, ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങളിൽ ഏർപ്പെടുന്നത്, ഇതൊക്കെ കുട്ടിയിൽ എഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം കണ്ടിരുന്നു. എത്രത്തോളം ശരിയാണ് എന്നെനിക്കറിയില്ല. പക്ഷേ ചിന്തിക്കാൻ തുടങ്ങുന്നൊരു സമയം മുതൽ അത് കുട്ടികളെ എഫക്റ്റ് ചെയ്യും. എനിക്കിന്നും ഓർമ്മയുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഓർമ്മകൾ എന്ന് പറയാൻ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾ മലമ്പുഴ ഡാമിൽ പോയിട്ടുണ്ട്, ഞങ്ങളിവിടെ സുഭാഷ് പാർക്കിൽ പോയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പഠിച്ചിരുന്നത് എറണാകുളം ലോ കോളേജിലൊക്കെയാണ്. അപ്പം അതിൻ്റെ മുമ്പിൽ കൂടിയൊക്കെ ഞങ്ങളിങ്ങനെ പാർക്കിലേക്കൊക്കെ പോകുമ്പോൾ അച്ഛൻ പറഞ്ഞ കഥകളൊക്കെ ഉണ്ട്. പണ്ട് വിശന്ന് ഭക്ഷണം കഴിക്കാൻ കാശില്ലാതെ ആ മരത്തിൻ്റെ ചോട്ടിക്കിടന്ന് ഉറങ്ങിയ കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും പെട്ടെന്ന് കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് പേടിച്ചുറങ്ങാൻ പറ്റാതെ പോയ കുറേ രാത്രികളാണ്. അത് ചിലപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് ചിന്തിക്കുന്നുകൊണ്ടാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ആ രാത്രികൾ എന്ന് പറയുന്നത് അതിഭീകരമായിരുന്നു. എറണാകുളത്ത് LIG ക്വാർട്ടേഴ്സ്, അവിടെ 44-ാം നമ്പർ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. എൻ്റെ 4ാം ക്ലാസ് സമയം, ആ സമയത്താണ് ഞങ്ങൾ എറണാകുളത്ത് വരുന്നത്. അതിനു മുമ്പ് കണ്ണൂരും പാലക്കാടും ഒക്കെ വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും സിമിലറാണ്. പക്ഷേ കൂടുതൽ തെളിഞ്ഞ ഓർമ്മകൾ എന്ന് പറയുന്നത് ഈ 44 എന്ന് പറയുന്ന വീട്ടിൽ താമസിക്കുമ്പോൾ. അതുപോലെ 110-ാം നമ്പർ വീട്ടിലേക്ക് ഞങ്ങൾ മാറിയിരുന്നു. അപ്പോൾ ഈ വീടുകളിലൊക്കെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ പൊരിഞ്ഞടിയാണ്. അതായത് മറ്റേ മോട്ടറിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന പച്ച കളറിൽ റൗണ്ടുള്ള പൈപ്പൊക്കെ ഇല്ലേ, ഇതെടുത്ത് അച്ഛൻ അമ്മയും അമ്മ തിരിച്ചൊക്കെ തല്ലാൻ പോകുന്ന പോലെ അവർ അത് കെട്ടിപ്പിടിച്ചിടിച്ച് മറയുന്നത് പോലെ ഇപ്പോൾ ഓർക്കുമ്പോൾ അതിലെ രസമാണ് എനിക്ക് കണ്ടെത്താൻ പറ്റുന്നത്. പക്ഷേ ഞാൻ എന്ന് പറയുന്ന കുട്ടിയിലേക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറയുന്ന കുട്ടികളിലേക്ക് ഓർമ്മകൾ തിരിക്കുമ്പോൾ അത് അത്ര സുഖമുള്ള പരിപാടിയല്ല. അന്നെനിക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെയൊരു അടിയും വഴക്കുമൊക്കെ ഉണ്ടായ ഒരു പകൽ അമ്മയുടെ അനിയന്മാർ വന്നു. അമ്മയ്ക്ക് മൊത്തം 5 ആങ്ങളമാരാണുള്ളത്. അപ്പം അവർ വന്ന്
അകത്തേക്ക് കയറുന്നതിന് മുമ്പ് അമ്മയോട് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. നമ്മൾ 7 മക്കൾ വളർന്ന വീടാണ്. നീ 4 പിള്ളേരെയും കൊണ്ട് അങ്ങോട്ട് വാ, നമുക്ക് ഇവരുടെ കാര്യം അവിടെ നടന്നോളും. അപ്പോൾ അവിടെ ഓൾറെഡി വൻ ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇവരൊക്കെ ജോലിക്കൊക്കെ പോയി, അതായത് ചെറിയ ചെറിയ ജോലികളാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലാതെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ അന്ന് പറഞ്ഞത്, ഞാനങ്ങനെ വരില്ല, എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെയും കൂടെ തന്നെ അങ്ങനെ തന്നെ വളരണം എന്നുള്ളൊരു രീതിയിലാണ് സംസാരിച്ചത്. അതിനുശേഷം അച്ഛൻ മരിച്ചതിന് ശേഷവും ഞങ്ങൾ 4 മക്കളെയും, അതായത് അമ്മയ്ക്ക് ആ സമയത്തൊരു 26-28 വയസ്സുണ്ടാവും, 28-29 ആ ഒരു പ്രായമൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് വേറെ വിവാഹാലോചനകളൊക്കെ വന്ന്, അപ്പം ഞങ്ങൾ ഏതെങ്കിലും ബോർഡിങ്ങിലോ അനാഥാലയത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബന്ധുക്കളുടെ കൂടെയൊക്കെ നിൽക്കാൻ വിട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേറൊരു ജീവിതം ആ സമയത്ത് കിട്ടുമായിരുന്നു. ഓഫർ വന്നതും അമ്മ സംസാരിക്കുന്നതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അവിടെയൊക്കെ അമ്മ പറഞ്ഞത് ഞാൻ എൻ്റെ മക്കളുടെ കൂടെ, മക്കൾ എൻ്റെ കൂടെ എന്നുള്ള ഒരു തീരുമാനമൊക്കെയാണ്. പക്ഷേ ഈ വഴക്കുകളുടെ കാര്യം വരുമ്പോൾ അതൊക്കെ ഓർത്തെടുക്കുമ്പോൾ അത് ഭയങ്കര ശോകമാണ്. അതിനിടയ്ക്ക് അമ്മ അച്ഛനുമായിട്ട് വഴക്കിട്ട് ആ വഴക്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ സൂയിസൈഡ് ചെയ്യുമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു പേടിയുണ്ട്. ഒരു ദിവസം രാത്രി അമ്മ അങ്ങനെ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ കൂടെ ഇറങ്ങിപ്പോയി. അപ്പോൾ അമ്മ ഇങ്ങനെ മെയിൻ റോഡിൽ കൂടി നൈറ്റ് ഇട്ടിട്ട്, അപ്പോൾ ആ LIG ആ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, ജഡ്ജസ് അവന്യൂ എന്ന് പറയുന്നത് കുറേ വീടുകളുള്ളൊരു സ്ഥലം. അപ്പോൾ എല്ലാ വീടുകളും ഞങ്ങളെല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയായിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ കറങ്ങി ചുറ്റി ഇപ്പുറത്തെ വേറൊരു ഞങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള ഫാമിലി ഫ്രണ്ടായിട്ടുള്ള ഒരു വീട്ടിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഇറങ്ങി പോകുമ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനോട് പറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഷ്ണമായിട്ട് ഇനി എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. ഇതൊക്കെ ആ വാദം ജയിക്കാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വെക്കുന്നതാണ്. പക്ഷേ അതും പറഞ്ഞ് അവർ മുന്നോട്ട് പോകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന എൻ്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. അതുണ്ടാക്കുന്നൊരു പേടിയുണ്ടായിരുന്നു. അതായത് കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ അരക്ഷിതമായിട്ടുള്ളൊരവസ്ഥ. എന്നും രാത്രി അച്ഛൻ മദ്യപിക്കുന്നു. ഇതൊന്നും അമ്മയുടെ കുറ്റം കൊണ്ടാണെന്നൊന്നും ഞാൻ പറയില്ല, അച്ഛൻ്റെ കയ്യിലിരിപ്പിൻ്റെ തന്നെയാണ്. അമ്മ മാക്സിമം അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ അതിലും കുറച്ചും കൂടി മികച്ച രീതിയിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ. പക്ഷേ അച്ഛൻ നല്ല മദ്യപാനിയായിരുന്നു. മദ്യപാനി എന്ന് പറഞ്ഞാൽ നല്ല കിടിലോസ്കി മദ്യപാനിയായിരുന്നു. അതുപോലെ നല്ലോണം പുകവലിക്കുമായിരുന്നു. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ചുണ്ടിൻ്റെ നിറം കറുപ്പാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കര വലിയാണോ എന്ന്. ഞാൻ വലിച്ചിട്ടില്ല, ഇനി ഒട്ട് വലിക്കാനും പോകുന്നില്ല. ആ 2 കാര്യങ്ങളില്ലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ അത്രയും കഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തടത്തുനിന്ന്, അതായത് ഒന്നുമില്ലാത്തടത്തുനിന്ന് വളരാൻ പാടില്ല എന്ന് നിർബന്ധിക്കുന്ന ആളുകൾ ചുറ്റും ഉണ്ടായിരുന്നിടത്തു നിന്നാണ് അച്ഛൻ ഒറ്റയ്ക്ക് പഠിച്ച് അധ്വാനിച്ച് ഒരു ജോലി നേടി അങ്ങനെ വളർന്നു വന്നത്. അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ഒരാൾക്ക് എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ അച്ഛൻ എനിക്ക് തന്നിട്ടുള്ള ഉപദേശങ്ങളിൽ പെടുന്നതാണ് ഈ 2 വീലർ, അതുപോലെ സിനിമ തിയേറ്ററിൽ പോയി കാണുക, അതുപോലെ പെണ്ണിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കരുതെന്ന് അച്ഛൻ ഏതൊക്കെയോ സമയത്തൊക്കെ പറഞ്ഞു പോയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ബാഹ്യമായ കാര്യങ്ങളിൽ മയങ്ങരുത്, ആ ഒരു അർത്ഥത്തിലാട്ടോ. അതിനൊരു സെക്സിസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കാണണം എന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ നമ്മൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ കുടുങ്ങിപ്പോരുത്. സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന പറഞ്ഞാൽ നമ്മൾ മയങ്ങിപ്പോകും. പിന്നെ അതിൻ്റെ പേരിൽ ഇങ്ങനെ ആരോടെങ്കിലും ആരാധന മൂത്ത് കയ്യിലുള്ള കാശ് മുഴുവൻ കളഞ്ഞ് അവരുടെ സന്തോഷം എന്ന് പറഞ്ഞ് നടന്ന് ജീവിതമില്ലാതാക്കും, പഠിത്തം നഷ്ടപ്പെടും. അവിടെയൊക്കെ അച്ഛൻ്റെ ടെൻഷൻ അതാണ്. ഈ ഇംഗ്ലീഷും മാത്സും പഠിച്ച് ഒരു ലോക പൗരനായി ജീവിക്കുക പുള്ളിക്ക് അത്രയൊക്കെ അറിയുള്ളൂമായിരുന്നു. അപ്പോൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്നൊരാൾ നല്ലൊരു ജോലി, അച്ഛൻ റിട്ടയർഡ് ആവുന്ന സമയത്ത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറായിരുന്നു. അത്രയൊക്കെ ഉണ്ടായിട്ടും അങ്ങനെ റെയിൽ റിട്ടയർഡ് ആകുമ്പോൾ ഒരു തേങ്ങയുമില്ലായിരുന്നു. അതിൻ്റെ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഈ പറയുന്ന മദ്യപാനവും പുകവലിയും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ജീവിതമേ ഒന്നുമല്ലാതാക്കി കളഞ്ഞ കാര്യങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ളപ്പോൾ ഞാനൊരിക്കലും അതിൻ്റെ പിന്നാലെ പോവില്ല. എൻ്റെ കുടുംബത്തിൽ വേറെ ആരും അങ്ങനെ ആ വഴിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പം അങ്ങേരെ ഈ മദ്യപാനം, ആ ശീലം അത് കൊണ്ടെത്തിക്കുന്ന കുറേ മാനസികാവസ്ഥയൊക്കെ ഉണ്ട്. പല സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് പുള്ളി പറഞ്ഞിട്ടുള്ള. അമ്മയെ വല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ഈ പറയുന്ന ഒരു ഫിസിക്കൽ അറ്റാക്ക് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെ ഇതിനെ മുന്നോട്ട് എത്തിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്ക് സൗണ്ട് കേൾക്കാൻ തുടങ്ങിയത്. ഞാൻ പറയുന്നത് എവിടെയോ കണക്ഷൻ വിട്ടുപോയി. ഞാനങ്ങനെ കണക്ട് ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് സംസാരിക്കാനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. അതെൻ്റെ ഒരു ജേർണലാണ്, എൻ്റെ തോട്ട്സിൽ കൂടെയുള്ളൊരു യാത്രയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായത് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ചുമ്മാ കളയുക, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. ഇതൊരു ടോട്ടൽ അൺവാണ്ടഡ് പരിപാടിയായിട്ട് തോന്നിയേക്കാം. എനിവേ, ഈ പറയുന്നൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ട് എത്തിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, അച്ഛനും അമ്മയും ഈ 2 പേർ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഈ പ്രിയപ്പെട്ട ആൾക്കാരിൽ
നിങ്ങൾ ആരുടെയെങ്കിലും ഒരാളുടെ സൈഡ് ചൂസ് ചെയ്യാൻ നിർബന്ധിതരാകുന്നൊരു സാഹചര്യമാണ് ഇവർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ. അതായത് ഇവർ ഒരുമിച്ചുള്ളപ്പോഴാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്. ഇവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ സന്തോഷവും സേഫ്റ്റിയും കണ്ടെത്തുന്നത്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നൊരു സംഭവമാണ് ഈ പറയുന്ന വഴക്ക്. ഇത് നിങ്ങൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് കാണിക്കുമ്പോൾ അപ്പോൾ അവരുടെ അറ്റ്മോസ്റ്റ് സേഫ് സോൺ, അവരുടെ അറ്റ്മോസ്റ്റ് സ്നേഹത്തിൻ്റെ ഒരു പ്ലേസിനെ നിങ്ങൾ ഡിസ്ട്രക്റ്റ് ചെയ്ത് കളയാണ്, കംപ്ലീറ്റ്ലി ഡിസ്ട്രക്റ്റ് ചെയ്ത് കളയാണ്. നിങ്ങളുടെ ആദ്യത്തെ വഴക്കിൽ അത് സംഭവിക്കും കുട്ടികളുടെ മുമ്പിൽ വെച്ച്. അത് സംഭവിക്കുന്നൊരു കുട്ടി കോൺസ്റ്റൻറ്റ് ഫിയറിലാണ്. ഞാൻ പറഞ്ഞില്ല, അച്ഛനും അമ്മയും തമ്മിൽ എന്നും അടിയും വഴക്കുമാണ്. ഈ കോൺസ്റ്റൻറ്റ് ഫിയറിൽ നമ്മൾ പോകുമ്പോൾ ഈ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവത്തിനെ മുന്നിൽ കാണുമ്പോൾ നമുക്ക് പലതരം റിയാക്ഷൻസ് ഉണ്ടാകും. അതിലൊന്ന് നമ്മൾ തിരിച്ച് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളും ഷൗട്ട് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ പോകുമായിരിക്കും. 2, നമ്മൾ പേടിച്ച് മിണ്ടാതായി പോവുകയാണ്. ഈ രണ്ടാമത് പറഞ്ഞ കാര്യം ആണ് എനിക്ക് കൂടുതലും സംഭവിച്ചിട്ടുള്ളത്. അതായത് നമ്മളിങ്ങനെ ഇവർ തമ്മിൽ അടിയുണ്ടാകുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു ഫ്രൈറ്റൻ ഒരു സ്റ്റേറ്റിൽ പോവുകയാണ്. ഇതിങ്ങനെ കോൺസ്റ്റൻ്റ്ലി സംഭവിക്കുകയാണ്. അതായത് സേഫ് അല്ല എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളൊരു കുട്ടിയെ കുട്ടിക്കാലം മുഴുവൻ പഠിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ഞാൻ അതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കാൻ കുറേ ടൈം എടുത്തു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ അച്ഛനമ്മമാരൊന്നും തിരുത്താനൊന്നും പറ്റില്ല. നമുക്ക് തിരുത്താലോ, നമുക്ക് ചെയ്യാതിരിക്കാമല്ലോ. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ വഴക്കിടേണ്ടി വന്നേക്കാം. അതൊക്കെ സ്വാഭാവികമാണ്. 2 പേര് തമ്മിലാവുമ്പോൾ ഒരുപാട് വാക്കേറ്റങ്ങളുണ്ടാവാം. അത് കയ്യാങ്കളിയിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ തല്ലി തീർക്കുക എന്ന് പറയുന്നത്. അങ്ങനെ തല്ലിത്തീർക്കൽ സിറ്റുവേഷനുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഞാനത് മാക്സിമം ഒഴിവാക്കുകയാണ് ചെയ്യുക. കാരണം അത് ബാക്കിയുള്ളവരിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ആ സിനിമയിൽ തന്നെ ഈ നടന്ന സംഭവത്തിൽ തന്നെ അവസാനം സുരാജ് വെഞ്ഞാറമൂടിനെ തല്ലി ബിജു മേനോൻ വീര ഒരു സംഭവമായിട്ട് മാറുന്നത് സിനിമയിൽ കാണിക്കുന്നുണ്ട്. ദാറ്റ് വാസ് വെരി റോങ്. അച്ഛൻ ചെയ്തത് തെറ്റാണെന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ഡിസ്ട്രക്റ്റ് ചെയ്യപ്പെട്ട ബാല്യകാലം അവിടെയുണ്ട്. പക്ഷേ തൻ്റെ അച്ഛനെ വേറൊരാൾ തല്ലി എന്നുള്ള കാര്യം ആ കുട്ടി അറിയുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ കുട്ടിയെ കൂടുതൽ ടെൻഷനിലാക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അമ്മയുടെ 5 ആങ്ങളമാരുണ്ട്, അവർ വെറുതെ ഇരിക്കുകയൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വരുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിൽ അമ്മയാണ് അച്ഛനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പം എൻ്റെ അച്ഛനെ ആരെങ്കിലും തല്ലുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വർഗ്ഗലോകം തകർന്ന് വീണുടയാണ്, അയാൾ എന്ത് കാര്യം കൊണ്ട് ചെയ്തിട്ടാണെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങളും അത് തന്നെ ഈ കുട്ടികളുടെ മുമ്പിൽ കാണിക്കുമ്പോൾ ആ കുട്ടികളുടെ ബാല്യകാലത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങളെ നിങ്ങൾ ഡിസ്ട്രക്റ്റ് ചെയ്ത് കളയാണ്. നിങ്ങൾ എത്ര മാപ്പ് പറഞ്ഞ് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ദാറ്റ് വാസ് ബ്രോക്കൺ. അവർ ആ ഒരു ഫ്രൈറ്റ് എന്ന് പറയുന്ന ബീയിങ് അഫ്രെയ്ഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തി. അത് വളരെ പ്രശ്നമുള്ളൊരു കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കുട്ടിക്കാലത്ത് ഒരു പ്രാവശ്യം തീപ്പൊള്ളലേറ്റതിൻ്റെ പേരിൽ തീ കാണുമ്പോൾ പേടിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാണ് ഉണ്ടായത്. ഒന്നെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ വഴക്ക്. ഈ 3 കാര്യങ്ങളും അയാളെ പെട്ടെന്ന് ഫ്രൈറ്റൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നൊരു കാര്യമല്ലേ. വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എഫക്ട്സുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കുട്ടിക്കാലത്ത് സംഭവിക്കുന്ന ഓരോന്നും. മാത്രമല്ല ഈ വഴക്കാണെങ്കിലും വാക്കേറ്റമാണെങ്കിലും നിങ്ങൾ എന്തിനാണ് ഇതിൽ ഏർപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒരാൾ മറ്റൊരാളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയാണ്. അതായത് ഒരാൾ മറ്റൊരാളെ തോൽപ്പിക്കുകയാണ്. അത് വാക്കുകൾ കൊണ്ടായിരിക്കാം, ശാരീരിക ബലം കൊണ്ടായിരിക്കാം, എന്തായാലും ഒരാൾ മറ്റൊരാളെ തോൽപ്പിക്കുകയാണ്. നിങ്ങളുടെ കുട്ടി പഠിക്കുന്നത് എന്താണ്? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു കുട്ടിയും പഠിക്കുന്നത് എന്താണ്? ഒരു കോൺവെർസേഷൻ വിൻ ചെയ്യാൻ വേണ്ടി ഷൗട്ട് ചെയ്യാം. ഒരു കോൺവെർസേഷൻ വിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഏതറ്റം വരെയും വാദിക്കാം. ഒരു കോൺവെർസേഷൻ വിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം എന്ന് പറയുന്നൊരു കാര്യം നിങ്ങൾ ഇൻഡയറക്റ്റ്ലി ആ കുട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു ലവ് റിലേഷൻഷിപ്പിൽ, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ പോട്ടെ, ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ ചൂസ് ചെയ്യുമ്പോൾ പോലും എങ്ങനെയാണ് കാര്യങ്ങളെ നന്നായി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഭാവിയിൽ അവർക്കൊരു ദീർഘകാല സൗഹൃദം ഉണ്ടാവാൻ പോലും വിലങ്ങുതടിയാവുന്നൊരു കാര്യമാണ് ഈ പറയുന്ന അച്ഛനും അമ്മയും തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയുന്നത്. ഭാവിയിലൊരു പ്രശ്നം ഉണ്ടായി, ഒരു പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷനിലേക്ക് വന്നു. അയാൾ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്? എന്താ നിങ്ങൾ ആ കുട്ടിയെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ആൻഡ് ഈ വഴക്കുകളിലൊക്കെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഇതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വഴക്കിടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാനിങ്ങനെയാണ് എന്ന് സ്ഥാപിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നീ എന്നോട് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഏത് വഴക്കെടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഒരു കാരണത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് എന്ന് നമ്മൾ മൈൽഡായി മൃദുവായി സമാധാനത്തോടെ മറ്റൊരാളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം നിങ്ങളിങ്ങനെ ആയിരിക്കണം, എന്നോടിങ്ങനെ പെരുമാറാവൂ എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതെവിടെയാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൾ ഇതെല്ലാം കണ്ടു വളരുന്ന ആൾ വലുതായി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ വ്യക്തിത്വം ഇങ്ങനെയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറണം എന്ന് വാശി പിടിക്കാൻ തുടങ്ങും. കാരണം അയാൾ കണ്ടിട്ടുള്ളതൊക്കെ അങ്ങനെയാണ്. അയാളുടെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഫൈറ്റുകൾ കാണുന്നു. ആ ഫൈറ്റിലെല്ലാം വിജയിക്കുന്നയാൾ പറയുന്നതനുസരിച്ച് മറ്റേയാൾ ഇയാളെ ഡീൽ ചെയ്യുന്നു. മറ്റേ ആൾക്കൊരു വോയിസ് ഇല്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാന്യമായി പറയാനുള്ളൊരു സ്പേസ് ഇല്ല. നിങ്ങളിങ്ങനെ എന്നോട് പെരുമാറണം. ഞാൻ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ എനിക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ മാത്രമായിരിക്കണം എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഭർത്താവ് ഫൈറ്റ് ചെയ്യുകയാണ്. ഭാര്യ കൂട്ടുകാരെ കാണാൻ പാടില്ല, ഭാര്യ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഭർത്താവ് അതിൽ ജയിക്കുന്നു. സ്വാഭാവികം സംഭവിക്കുന്നത് എന്താണ്? ഭർത്താവിനോട് ഭാര്യ ഇങ്ങനെ പെരുമാറണം എന്ന് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഇതേ കാര്യം ഭാര്യ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങളിങ്ങനെ ചെയ്യണം, നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് അതിലെ കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയാണ് ഈ ആർഗ്യുമെൻറ്റ്സും ഫൈറ്റും ഒക്കെ സംഭവിക്കുന്നുണ്ടാവുക. 2 പേര് അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളുള്ളൊരു സ്പേസിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇവരൊക്കെ എന്നോട് ഇങ്ങനെ പെരുമാറണം എന്നെനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അത് ശരിയല്ല. എന്നാൽ അതേസമയം ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്, എനിക്ക് ഇന്ന കാര്യങ്ങളോട് ബുദ്ധിമുട്ടുണ്ട് എന്നെനിക്ക് വളരെ മാന്യമായി പറഞ്ഞ് നിൽക്കാൻ പറ്റും. ആദ്യത്തെ കാര്യത്തിന് വാശി പിടിക്കാൻ പോകുമ്പോൾ വഴക്കുകളുടെ എണ്ണം കൂടും. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, നിങ്ങൾക്കത് പറ്റില്ലെങ്കിൽ ഓക്കെ ശരി ആയിക്കോട്ടെ എന്ന് വിചാരിക്കാം. ഇപ്പം 2 പേരും ഒരുമിച്ച് താമസിക്കുന്നു, അവിടെയും ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെയാണ് പറ്റുക എന്ന് പറയുന്നതിനേക്കാൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ, അല്ലെങ്കിൽ വളരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു കാര്യമല്ലേ നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു മെസ്സേജ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് മഴയുടെ ശബ്ദം കൂടിക്കൂടി വരികയാണ്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു കുട്ടിയുടെ ആജീവനാന്ത കാര്യങ്ങളെ ബാധിക്കുന്ന, അയാളെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്ന, വളരെ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ കുത്തി നിറയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്ന ആദ്യ പടവുകളാണ് കുട്ടികളുടെ മുമ്പിൽ വെച്ചുള്ള വാക്കേറ്റവും അല്ലെങ്കിൽ വഴക്കും തമ്മിത്തല്ലും ഒക്കെ. തമ്മിത്തല്ലെന്നല്ല, ഒരാൾ തല്ലുകയാണെങ്കിലും അത് ഒഴിവാക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി അത് ഒഴിവാക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കാൻ പോകരുത്. അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. ഇത് ഞാൻ ആരോടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പാസ്റ്റ് ചെന്ന എൻ്റെ അച്ഛനോടും അമ്മയോടും ആയിരിക്കും. അല്ല, അത് ഞാൻ നമ്മളോടായിട്ട് പറയുന്നതാണ്, കോമൺ ആയിട്ട് പറയുന്നതാണ്. ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് വാക്കേറ്റവും വഴക്കും അത് ആ കുട്ടിയെ മാത്രമല്ല, അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുട്ടികളെ വരെ വളരെ റോങ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. ആൻഡ് സൈഡിൽ കൂടി മദ്യത്തിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷൻ എന്താണോ അതിനെ ആംപ്ലിഫൈ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛന് പെൺകുട്ടികൾ വേണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. 2 പെൺമക്കളെയും അങ്ങേര് പൊന്നു പോലെയാണ് നോക്കിയത്. പക്ഷേ ഞങ്ങളുടെ 2 പേരോടുള്ള ആറ്റിറ്റ്യൂഡ് എനിക്കറിയില്ല, എനിക്ക് ആ ഒരു സ്നേഹം ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. കാരണം ഞാനൊരു മിഠായി വേണമെങ്കിൽ എന്നെ കടയിലേക്ക് വിടുമ്പോൾ പറ്റ് ബുക്കിൽ ഞാൻ എഴുതി ചേർത്ത് ഞാൻ തന്നെ ആവശ്യത്തിന് വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ അനിയത്തി ഒരു മിഠായി ചോദിച്ചപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഒരു മിഠായി ചോദിച്ചു. പച്ച നല്ല ഫിറ്റായിട്ടിരിക്കുന്ന സമയമാണ്. ഒരു ഓട്ടോ വിളിച്ച് പോയി ഒരു ജാറ് മിഠായി അവളെയും കൊണ്ടുപോയി. ഒരു ജാറ് മിഠായി അവൾ കൈ ചൂണ്ടി കാണിച്ച ടോയ്സ് മൊത്തം വാങ്ങിച്ചു. അങ്ങനെയാണ് പുള്ളി വീട്ടിലേക്ക് വന്നത്. ഞാൻ വീട്ടിലാണെങ്കിലും അച്ഛൻ ഭയങ്കര ചിരിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസ് അനിയത്തിമാരുടെയൊക്കെ കൂടെയുണ്ട്. പക്ഷേ എൻ്റെ അനിയൻ്റെയും കൂടെ അങ്ങനത്തെ ഫോട്ടോസൊന്നുമില്ല. അത് ചിലപ്പോൾ എടുക്കാൻ പറ്റാതെ പോയതായിരിക്കാം. നമ്മളിങ്ങനെ ഒരാളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അച്ഛൻ അടിച്ച് ഫിറ്റായിട്ടിരിക്കുമ്പോൾ ഈ സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഈവൻ അമ്മയോടുള്ള പെരുമാറ്റത്തിലാണെങ്കിലും വളരെ വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അച്ഛൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അച്ഛൻ ഈ മദ്യപാനം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. അതായത് റിട്ടയർഡായി കിട്ടിയ ചില്ലറ പൈസയും പിന്നെ PF അതും ഇതും എല്ലാം ക്ലോസ് ചെയ്തെടുത്തു. അതുകൊണ്ട് അച്ഛന് പെൻഷനും പരിപാടിയൊന്നുമില്ല. കംപ്ലീറ്റ് ക്ലോസ് ചെയ്തെടുത്ത് വളരെ വില കുറഞ്ഞ് വിൽക്കാൻ വെച്ചിരുന്ന വീട് വലിയ വിലയ്ക്ക് ബ്രോക്കറിൻ്റെ പൈസ ഇട്ട് വാങ്ങിച്ചു. പിന്നെ അതിൽ അറ്റകുറ്റപ്പണി നടത്തി കയ്യിൽ കാശ് മുഴുവൻ തീർന്നു. അപ്പോൾ അച്ഛൻ BL കഴിഞ്ഞ ആളാണ്. അപ്പം ലോ പ്രാക്ടീസ് ചെയ്യാം, വക്കീലായിട്ട് ഇനി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനമാക്കി. അപ്പോൾ കയ്യിലെ കാശ് തീർന്നു. 2 പെൺമക്കളുണ്ട്. അപ്പോൾ ഇവരുടെ കല്യാണം, പിന്നെ കുട്ടികളുടെ പഠിത്തം, ഫീസ്, വീട്ടിലെ കാര്യങ്ങൾ, ഇതൊന്നും നടത്താൻ ഇനി കാശില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്ന മൊമെൻ്റാണ്. അച്ഛൻ വെള്ളോടി നിർത്തി. ലാസ്റ്റ് ഒരു 1 വീക്ക്, പുള്ളി മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 1 വീക്ക് അങ്ങേരി സാധനം തൊട്ടിട്ടില്ല. എൻ്റെ അച്ഛൻ നല്ല പളുങ്ക് പോലെയായി വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത്രയും സുന്ദരനാവുന്നു, എല്ലാവരോടും നന്നായി പെരുമാറുന്നു. അതായത്
ഭയങ്കര സ്നേഹം. ഞാൻ എൻ്റെ അച്ഛനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങി. ആ സമയത്ത് അച്ഛൻ എന്നെ ടെറസിൽ വിളിച്ചുകൊണ്ട് പോയി അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അച്ഛൻ്റെ ഒന്നേ കുട്ടിക്കാലത്തെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഇനി എങ്ങനെ വേണം എന്നുള്ളതായിരിക്കും, അച്ഛനില്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്നായിരിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്നെ ഇങ്ങനെ ഉപദേശിച്ച് വെച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ സംഭവിച്ച ആ ഒരാഴ്ച അച്ഛനും അമ്മയും തമ്മിൽ അടിയുണ്ടായിട്ടില്ല. ഒരു തരത്തിലും ശബ്ദം പൊങ്ങുന്ന കണ്ടിട്ടില്ല. അതായത് നമുക്ക് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് ഓടി വരാൻ ഒരു കാരണമുണ്ട് എന്ന് പറയുന്ന പോലെയായിരുന്നു. അത്രയധികം എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ള താമസമൊക്കെ. പക്ഷേ അത് അധികകാലം നീണ്ടു നിന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാഡ് ട്രൂത്ത്. എല്ലാ കുട്ടികൾക്കും ഏറ്റവും സേഫായിരിക്കാൻ പറ്റുന്ന, വേറെ എവിടെ പോയാലും കിട്ടില്ലാത്ത സ്നേഹം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലമായി വീടുകൾ മാറട്ടെ. അങ്ങനെ ഇല്ലാത്ത വീടുകളിൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കട്ടെ. അത്രയാണ് പറയാനുള്ളത്. താങ്ക് യു. ഇതിനൊരു ജേർണൽ സ്വഭാവമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലാതെ ഒരു വീഡിയോ, സോ കോൾഡ് വീഡിയോ പരിപാടിയൊന്നും അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്കതിൽ യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇതെൻ്റെ ഒരു പേഴ്സണൽ കളക്ഷനായിട്ട് ഇവിടെ കിടക്കും, അത്രേ ഉള്ളൂ. അപ്പം പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് എൻ്റെ അമ്മയും അച്ഛനെയും ഒന്നും അളക്കരുത് എന്ന് കൂടി എനിക്ക് പറയണമെന്നുണ്ട്. നമ്മൾ കുറച്ച് സത്യസന്ധമായ കാര്യങ്ങൾ തുറന്ന് പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നോട് എൻ്റെ പാർട്ട്ണർ വരെ ചോദിച്ചിട്ടുണ്ട്, നിനക്ക് എങ്ങനെ ഇത്രയും ഓണസ്റ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്നത്? നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ലല്ലോ, അല്ലെങ്കിൽ ഒന്ന് നാണം കെടാനൊന്നുമില്ലല്ലോ. കഴിഞ്ഞ ദിവസം മ്യൂസിക് ഡയറക്ടർ ജെറി അമൽദേവിൻ്റെ ഒരു വീഡിയോ, ഒരു ന്യൂസ് ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പുള്ളിയുടെ കുറേ പൈസ തട്ടിക്കാൻ കുറേ ആളുകൾ ശ്രമിച്ചു, ഓൺലൈൻ ഫ്രോഡ് തട്ടിപ്പ്. അപ്പോൾ അതിൽ ഈ ആളുകൾ വിളിച്ച ആൾക്കാർ പറഞ്ഞത് ഇത് വേറെ ആരോടും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആരോടും പറയാതെയൊക്കെ ഇരുന്നു. പക്ഷേ ബാങ്ക് മാനേജറോ എന്തോ ഇടപെട്ടിട്ടാണ് അത് സോൾവ് ചെയ്തത്, അത് തട്ടിപ്പാണ് എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. പക്ഷേ എന്തിനാണ് ഈ ഭയപ്പെടുന്നത്? എന്തിനാണ് ഭയപ്പെടുന്നത്? എൻ്റെ പേരിലൊരു കേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരാൾ വിളിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മുടെ മക്കളോടും ബന്ധുക്കളോടും പറയാൻ പറ്റുന്നില്ലെങ്കിൽ ആ മക്കളും ബന്ധുക്കളും നമ്മളും തമ്മിൽ എന്ത് ഓപ്പൺനെസ് ആണുള്ളത്, എന്ത് ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടക്കുന്നത്? നമുക്ക് അത്രയും ഓണസ്റ്റ് ആയിട്ടിരിക്കാൻ പറ്റണ്ടേ? എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറയാൻ പറ്റും. കാര്യം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആരും അറിയാൻ പാടില്ലാത്ത രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലയെന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ വളരെ കുറവാണ്. പിന്നെ നമ്മൾ ഈ പ്രൈവറ്റ് ആക്കി വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇത്ര കാര്യങ്ങൾ നമ്മൾ പൊതുജന സമക്ഷം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ മുമ്പിൽ ഞാനൊരു തുറന്ന പുസ്തകമാണ്. ആൻഡ് ഈ പറയുന്ന കാര്യം, നമ്മൾ ഈ പേരൻസിൻ്റെ കാര്യങ്ങൾ, അതുപോലെ കുട്ടിക്കാലത്ത് അനുഭവിച്ച ചില ട്രോമയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ അതിലൂടെ കടന്നു പോയതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ എനിക്കും ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഇപ്പം ഞാനീ പറഞ്ഞതിലൊന്നും വെള്ളം ചേർത്തിട്ടില്ല എന്നുള്ളതും, അല്ലെങ്കിൽ ഒന്നും കൂട്ടി പറഞ്ഞിട്ടില്ല എന്നുള്ളതും എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുപോലെ ചില വിഷയം പറയുമ്പോൾ അയ്യോ ഞാനിങ്ങനെ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ആവും എന്നൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എൻ്റെ അമ്മയെ കൊണ്ടുവന്നിരുത്തി ഒരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്നുള്ളത്. അമ്മയുടെ ജീവിതത്തിലെ കഥകളൊക്കെ ഭയങ്കര രസമാണ്. ഒരുപാട് ഇൻസ്പയറിങ് മൊമെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് സങ്കടം തോന്നിയിട്ടുള്ള, നമ്മൾ ഇവരൊക്കെ വളർന്നു വന്ന സാഹചര്യമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് ഇവരെന്ത് റോങ് ആയിട്ടാണ് ചെയ്തത് എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് വേറൊരു ആംഗിളിൽ നോക്കി കാണാൻ പറ്റും. ഞാൻ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, അമ്മയുടെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കിങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനൊരു സാഹചര്യത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ് അവരിങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അമ്മ പറയുന്ന സമയത്ത് അതൊക്കെ ഭയങ്കര റോങ് ആണല്ലോ. ഇന്ന് നമ്മൾ പൊളിറ്റിക്കലി വൻ റോങ് ആണെന്ന് കരുതുന്ന കാര്യങ്ങൾ നമ്മുടെയൊക്കെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ വായിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതിൻ്റെ കാരണം അവർ വന്ന വഴിയിലുള്ള കുറേ കാര്യങ്ങൾ കൂടിയാണ്. അതിനെയും കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ കാര്യങ്ങളെ വിലയിരുത്താൻ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ഈ അച്ഛനമ്മമാരോട് ക്ഷമിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് പറയുമ്പോൾ കുറേ ആളുകൾക്ക് അതിന് പറ്റില്ല. കാര്യം അത്രയും റോങ് ആയിട്ടുള്ള മെമ്മറീസ് അവരുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതിനൊന്നും ഞാൻ നിങ്ങൾ ക്ഷമിക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ ഈ വന്ന വഴികളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ സ്വയം ഹീൽ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് അവരെയും ഹീൽ ചെയ്യാൻ പറ്റും. കുറേയും കൂടി സമാധാനമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഇനി ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അമ്മ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. അച്ഛൻ്റെ മുഖത്ത് കരിവാരി തെച്ചു എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളഞ്ഞേക്കും. പക്ഷേ ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാര്യം അവർ വ്യക്തികൾ എന്നുള്ള രീതിയിൽ അവരവരുടെ ജീവിതം കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്. അച്ഛനെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും നല്ല കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ എന്നെ പേടിപ്പിക്കുന്ന കുറേ ഓർമ്മകളാണുള്ളത്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്. അമ്മയെക്കുറിച്ച് പറയുമ്പോഴും ഇന്നും എന്നെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അമ്മ. അച്ഛൻ്റെ ഓർമ്മകളിലും ഇതുപോലെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് പിന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ഇതേപോലെ ഒരു വീഡിയോ ജേർണൽ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്.
ഇപ്പോൾ മനസ്സിനൊരു ആശ്വാസം തോന്നുന്നുണ്ട്, ഒരു സമാധാനമുണ്ട്. നമ്മളിങ്ങനെ കട്ടൻ ചായയാണ്, നമ്മളിങ്ങനെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തീർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു മനസ്സുകൊണ്ടല്ലോ, ഒരു ശാന്തി ഉണ്ടല്ലോ. അത് മാത്രമല്ല, ഇനി എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ക്യാമറ ഓണാക്കി വെച്ചിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും എനിക്കൊന്നും ഒളിക്കാനില്ല. ഇതാണ് എൻ്റെ ജീവിതം, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും, എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും, എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുമല്ലോ. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അപ്പം താങ്ക് യു സോ മച്ച്, ബൈ.